ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ പോളിനോമിയൽസ് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോൺസെപ്റ്റ് പഠിക്കുന്നു, പിന്നെ പ്രോബ്ലം ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. പോളിനോമിയൽ എന്താണെന്നും അതിൻ്റെ ഡിഗ്രി എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമ്മൾ 8th 9th പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പോളിനോമിയലിൻ്റെ ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയലിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ലീനിയർ പോളിനോമിയൽ ഓർ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. അതായത് ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയൽ. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു പോളിനോമിയൽ എഴുതിയിട്ടുണ്ട് 2x² x³ + 3x² + 5 ഇങ്ങനെ എഴുതി. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണ്? ഈ പോളിനോമിയലിൻ്റെ വേരിയബിൾ ഏതാണ്? എക്സ് അല്ലേ? ഈ പോളിനോമിയലിലെ വേരിയബിൾ എക്സ്. ഈ വേരിയബിളിൻ്റെ ഹയ്യസ്റ്റ് പവർ, എക്സിൻ്റെ ഹയ്യസ്റ്റ് പവർ ഇതിൽ ഏതൊക്കെയാണ്? ഒന്ന് 2ഉം ഒന്ന് 3ഉം. അപ്പോൾ 3 ആണ് ഹയ്യസ്റ്റ് പവർ. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താണ്? ഡിഗ്രി 3 ആണല്ലോ. അപ്പോൾ അതേപോലെ നമ്മൾ ഡിഗ്രി കണ്ടുപിടിക്കാം. ഇനി ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? ഡിഗ്രി 1 ആയിരിക്കും. ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയലിനെയാണ് ഫസ്റ്റ് ഡിഗ്രി ഓർ ലീനിയർ പോളിനോമിയൽ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ ജനറൽ ഫോം പഠിച്ചു വയ്ക്കുക, തെറ്റിക്കരുത്. ax + b. ഇതാണ് ജനറൽ ഫോം ഓഫ് എ ലീനിയർ പോളിനോമിയൽ. ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ ജനറൽ ഫോം ax + b. ഇനി ഈ ലീനിയർ പോളിനോമിയലിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു പോളിനോമിയലിൻ്റെയും സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിനോമിയൽ ഈക്വൽ ടു 0 ആവാൻ ഈ വേരിയബിൾ എക്സിന് ഏത് വാല്യൂ കൊടുക്കണം? ഈ പോളിനോമിയൽ ഈക്വൽ ടു 0 ആവാൻ എക്സിന് കൊടുക്കേണ്ട വാല്യൂ, അതാണ് ഈ പോളിനോമിയലിൻ്റെ സൊല്യൂഷൻ. അഥവാ എന്തെന്ന് വിളിക്കും? സീറോസ്. പോളിനോമിയലിൻ്റെ സൊല്യൂഷൻസിനെ പറയണ പേരാണ് എന്ത്? സീറോസ്. ഇനി ഇതൊരു ഇക്വേഷൻ ആയിരുന്നെങ്കിൽ ഇതിനെന്തെന്ന് വിളിക്കുക? സീറോസിന് പകരം നമ്മൾ റൂട്ട്സ് എന്നാണ് വിളിക്കുക. അതിവിടെ ആവശ്യമില്ല, എന്നാലും പറഞ്ഞു തന്നോളൂ. അപ്പോൾ സീറോസ് ഓഫ് എ പോളിനോമിയൽ മീൻസ് എന്താ? സൊല്യൂഷൻസ് ഓഫ് ദ പോളിനോമിയൽ. ഇനി ലീനിയർ പോളിനോമിയലിന് എത്ര സീറോസ് ഉണ്ട്? 1 0 മാത്രമേ ഉള്ളൂ. അതായത് എക്സിന് ഒരേ ഒരു വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. ഫോർ വിച്ച് ദിസ് പോളിനോമിയൽ ഈക്വൽസ് 0. മനസ്സിലായോ? എക്സിന് ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പോളിനോമിയലിൻ്റെ മൊത്തം വാല്യൂ എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു പോളിനോമിയലിൻ്റെ 0 എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴേ ഇത് 0 ആവാ? -b/a കൊടുത്തു നോക്കിയേ. a ഇൻറ്റു എക്സിന് -b/a + b കൊടുത്തു. എന്താ? എയും എയും ക്യാൻസലായി. -b + b എന്താണ്? 0 ആയില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ പഠിക്കാനുള്ളത് ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്നാണ്. ഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. മനസ്സിലായല്ലോ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇനി ഈ സ്ട്രെയിറ്റ് ലൈന് ഇതിൻ്റെ 0 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഗ്രാഫിൽ കൂടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന ആ പോയിൻ്റ്, അതായിരിക്കും ഈ പോളിനോമിയലിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 0 ഓഫ് എ ലീനിയർ പോളിനോമിയൽ ഗ്രാഫിക്കലി എങ്ങനെ കണ്ടുപിടിക്കാം? ഈ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന ആ പോയിൻറ്റിനെയാണ് എന്തെന്ന് വിളിക്കുക? അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എക്സ് ആക്സിസിലെ പോയിൻ്റ് ആയതുകൊണ്ട് അതിന് y കോർഡിനേറ്റ് ഉണ്ടോ? ഇല്ല. y കോർഡിനേറ്റ് എന്തായിരിക്കും? അതിൻ്റെ 0 ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ 2 ആണെങ്കിൽ ഈ പോളിനോമിയലിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? 2 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ലൈൻ എക്സ് ആക്സിസിനെ ഏതിൽ കട്ട് ചെയ്യുന്നോ അതായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക, എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് എന്ത് പറയാം നമുക്ക്? നോ റിയൽ 0. മനസ്സിലായോ? ഇതിന് റിയൽ സൊല്യൂഷൻ ഇല്ല. അങ്ങനത്തെ പോളിനോമിയലാണ്. ഇതിനൊരു സൊല്യൂഷൻ, റിയൽ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഇല്ലാത്ത പോളിനോമിയലായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും കൊടുക്കാം. ഇങ്ങനെ കൊടുത്തതിന് എന്താ? ഇത് y ആക്സിസിനെ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ ഏത് വേരിയബിളാണ്? എക്സ് വേരിയബിളിലാണ്. അപ്പോൾ എക്സ് ആക്സിസിലെ പോയിൻ്റാണ് കട്ട് ചെയ്യുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. y ആക്സിസിൽ കട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൽ എന്തെന്നെയാണ് പറയുക? നോ റിയൽ 0 ഫോർ ദ പോളിനോമിയൽ. മനസ്സിലായോ? അപ്പോൾ ഇനി അടുത്ത പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നോക്കാം. അടുത്തത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് വെച്ചാൽ എന്താ? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? ആ പോളിനോമിയലിലെ വേരിയബിളിൻ്റെ ഹയ്യസ്റ്റ് പവർ എന്തായിരിക്കും? 2 ആയിരിക്കും. അതായത് പോളിനോമിയലിൻ്റെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ
പോളിനോമിയൽ അഥവാ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം ഇങ്ങനെയാണ്: ax² പ്ലസ് bx പ്ലസ് c. ഇതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഇതിലെ വേരിയബിൾ ഏതാണ്? എക്സ് ആണ്. ഈ എക്സിൻ്റെ ഈ പോളിനോമിയലിലെ ഹയ്യസ്റ്റ് പവർ എത്രയാണ്? 2 അല്ലേ? 2 ആണ് ഹയ്യസ്റ്റ് പവറായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്? 2 ആണ്. പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് അതിനെ വിളിക്കുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. 1 ആണെങ്കിൽ എന്തെന്ന് വിളിക്കും? ലീനിയർ പോളിനോമിയൽ. ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയൽ ലീനിയർ, ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയൽ ക്വാഡ്രാറ്റിക്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം കിട്ടിയല്ലോ: ax² പ്ലസ് bx പ്ലസ് c. a b c എല്ലാം റിയൽ നമ്പേഴ്സാണ്. ഇനി ഇതിൽ എത്ര മാക്സിമം നമ്പർ ഓഫ് സീറോസ് എത്രയായിരിക്കും? എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഈ പോളിനോമിയൽ ഈക്വൽ ടു 0 ആവുന്നത്? അതായിരിക്കും അതിൻ്റെ എന്തെന്ന് വിളിക്കുക? സീറോസ് ഓഫ് ദ പോളിനോമിയൽ അല്ലെങ്കിൽ സൊല്യൂഷൻ ഓഫ് ദ പോളിനോമിയൽ. സൊല്യൂഷൻ എന്ന് പറയാം, പോളിനോമിയലിൻ്റെ സൊല്യൂഷൻ്റെ പേരാണ് എന്ത്? 0. അറിയാലോ, പോളിനോമിയലിൻ്റെ സൊല്യൂഷനാണ് 0 എന്ന് പറയുന്നത്. ഇനി ഇക്വേഷൻ ആണ് ഇത് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണെങ്കിൽ ഇക്വേഷൻ്റെ സൊല്യൂഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും? റൂട്ട്സ് എന്ന് വിളിക്കും. പോളിനോമിയലിൻ്റെ സൊല്യൂഷനെ സീറോസ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടുത്തെ മാക്സിമം നമ്പർ ഓഫ് സീറോസ് എക്സിന് എത്ര വാല്യൂസ് കൊടുക്കുമ്പോൾ ഈ പോളിനോമിയൽ ഈക്വൽ ടു 0 ആവും? എക്സിന് 2 വാല്യൂ, അതായത് മാക്സിമം നമ്പർ ഓഫ് സീറോസ് ഫോർ എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈക്വൽ ടു 2 സീറോസ് ആണ് ഉണ്ടാവുക. ഇനി ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ലീനിയറിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഒരു പരാബോളയാണ് കിട്ടുക. പരാബോള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പ്, ഈ ഒരു ഷേപ്പിലുള്ളത്. ഇത് ഇങ്ങനെയും വരാം, ഇങ്ങനെയും വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ ഈ ഒരു പരാബോള എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് ആയിരിക്കും ഈ ഒരു പോളിനോമിയലിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ 0 ആയിട്ട് വരാം. ഈ പരാബോള എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യണേ? ആ പോളിനോമിയലിനെ y = p(x) എന്നൊരു പോളിനോമിയലിനെ റെപ്രസെൻ്റ് ചെയ്യും. ഗ്രാഫിക്കലി നമുക്ക് വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു പരാബോള ആയിരിക്കും. കാരണം ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയതുകൊണ്ട് നമുക്ക് വരയ്ക്കുമ്പോൾ എന്ത് കിട്ടും? പരാബോള കിട്ടും. ഈ പരാബോള എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് ആയിരിക്കും ഈ പോളിനോമിയൽ y = p(x) എന്ന പോളിനോമിയലിൻ്റെ സീറോസ്. അപ്പോൾ ഈ പോയിൻറ്റും ഈ പോയിൻറ്റും ആയിരിക്കും ഇതിൻ്റെ സീറോസ്. അതായത് ഇവിടെ ഇപ്പോൾ എക്സിന് 2 എന്നും ഇവിടെ എക്സിന് -1 എന്നും ആണെങ്കിൽ ഈ 2 ഇട്ട് കൊടുത്താൽ ഇതെന്താവും? 0 ആവും. ഈ -1 എക്സിന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്തായിരിക്കും? 0 കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സീറോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രാഫിക്കൽ ഇത് മനസ്സിലായല്ല? എങ്ങനെയാണ് ഗ്രാഫിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം? എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റ് നോക്കിയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണോ അതായിരിക്കും ഇതിൻ്റെ സീറോസ്. ഇനി പരാബോള ഇങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചോ, ഇവിടെ ഒരു പോയിന്റിലാണ് ഈ പരാബോള എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിന് എത്ര സീറോസ് ഉണ്ട്? 1 0 അല്ലേ? 1 പോയിന്റിൽ മാത്രമാണ് ഇവിടെ എക്സ് ആക്സിസിനെ ഈ y = p(x) എന്ന പോളിനോമിയൽ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറയുക? നമ്മളിപ്പോൾ 2 സീറോസ് ഉണ്ട് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? മാക്സിമം എത്ര സീറോസ് ഉണ്ടാവാം? മാക്സിമം 2 വാല്യൂസ് എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ ആ പോളിനോമിയൽ ഈക്വൽ ടു 0 എന്ന് കിട്ടും. മനസ്സിലായോ? അതായത് ഇപ്പോൾ ax² പ്ലസ് bx പ്ലസ് c ഇത് ഈക്വൽ ടു 0 ആവാൻ എക്സിന് 2 വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈക്വൽ ടു 0 ആവാം. മാക്സിമം 2 വാല്യൂസ്. ചില കേസിൽ എത്ര വാല്യൂ കിട്ടുള്ളൂ? ഒരേ ഒരു വാല്യൂ കിട്ടുള്ളൂ. ഈ ഒരു ഗ്രാഫ് ഇവിടെ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യണുള്ളൂ. അപ്പോൾ ഈ ഒരു പോളിനോമിയലിൻ്റെ 0 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനാകെ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ എന്തെന്നാ പറയുക? 2 ഈക്വൽ സീറോസ്. 1 0 എന്നല്ല പറയുക, നമ്മൾ എന്താ പറയുക? 2 ഈക്വൽ സീറോസ്. ഇപ്പോൾ ഈ കിട്ടിയ ഇതിൻ്റെ ഇപ്പോൾ ഈ വാല്യൂ 3 ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? 3 ആണ് ഇതിൻ്റെ സീറോസ്. മനസ്സിലായോ? അപ്പോൾ 2 ഈക്വൽ സീറോസ് എന്ന് പറയും. ഇനി അതല്ല, നേരത്തെ വരച്ച പോലെയാണ് പരാബോള കിട്ടണേ. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 0, ഇവിടെയും ഒരു 0. അപ്പോൾ എന്തെന്ന് പറയാം? 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ സീറോസ്. 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ സീറോസ് എന്ന് പറയാം. ഇനി ഇങ്ങനെയോ അല്ല, വേറൊരു രീതിയിലാണ് കിട്ടണത്. അപ്പോൾ ഇങ്ങനെയാണ്, എക്സ് ആക്സിസിനോ തൊട്ടിട്ട് പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്തെന്ന് പറയും?
നോ റിയൽ സീറോ. അതായത് ഈ പോളിനോമിയലിന് റിയൽ ആയിട്ടൊരു സൊല്യൂഷൻ ഇല്ല. മനസ്സിലായല്ലോ? അടുത്തത് ക്യൂബിക് പോളിനോമിയൽ. ക്യൂബിക് എന്ന് കേൾക്കുമ്പോൾ ഇത് നമ്പർ ഓർമ്മ വരണ 3 അല്ലേ? അപ്പോൾ ഈ 3 എന്ന ഡിഗ്രി ആയിട്ടുള്ള പോളിനോമിയൽ, 3rd ഡിഗ്രി പോളിനോമിയലാണ് ക്യൂബിക് പോളിനോമിയൽ. അതിൻ്റെ ജനറൽ ഫോം നോക്കാം. ax³ + bx² + cx + d. ax³ + bx² + cx + d. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ, നമ്പർ ഓഫ് സൊല്യൂഷൻ, മാക്സിമം നമ്പർ ഓഫ് സീറോസ് എന്തായിരിക്കും? മാക്സിമം നമ്പർ ഓഫ് സീറോസ് എന്തായിരിക്കും? 3 അല്ലേ? ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ എത്ര സീറോ ഉണ്ടാവും? 1. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? 2. ഇനി ക്യൂബിക് പോളിനോമിയലിൻ്റെ നമ്പർ ഓഫ് സീറോസ് എത്രയായിരിക്കും? 3. ഇനി ഈ ക്യൂബിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കേർവ്സ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ ഈ എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻറ്റ്സ് ആയിരിക്കും ഇതിൻ്റെ എന്തായിട്ട് വരാം? സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ സീറോസ് ആയിട്ട് വരുന്നത്. എക്സസൈസ് 2.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആകെ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ദ ഗ്രാഫ്സ് ഓഫ് y = p of x ആർ ഗിവൺ ഇൻ ഫിഗർ ഫോർ സം പോളിനോമിയൽ p of x. ഫൈൻഡ് ദ നമ്പർ ഓഫ് സീറോസ് ഓഫ് p of x ഇൻ ഈച്ച് കേസ്. അപ്പോൾ ഒരു 6 ഗ്രാഫ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ ഗ്രാഫിൻ്റെയും നമ്പർ ഓഫ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ വരച്ചിട്ടുണ്ട്, ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പോളിനോമിയലിൻ്റെ നമ്പർ ഓഫ് സീറോസ്, പോളിനോമിയൽ ഏതാണ്? y = p of x. അപ്പോൾ y = p of x ആണെങ്കിൽ ആ പോളിനോമിയലിൻ്റെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും? ആ പോളിനോമിയലിൻ്റെ ഗ്രാഫ് ഇപ്പോൾ ലീനിയർ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ, ഇനി ക്വാഡ്രാറ്റിക് ആണെങ്കിൽ പരാബോള, ഇനി അടുത്തത് ക്യൂബിക് ആണെങ്കിൽ കർവ്. അപ്പോൾ ഇതെല്ലാം എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ടെന്ന് കിട്ടും. അപ്പോൾ ഈ ഫസ്റ്റത്തെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ y = p of x ഏതാ? ഈ സ്ട്രെയിറ്റ് ലൈനാണ്. y = p of x എന്ന് പറയുന്നത് ഈ സ്ട്രെയിറ്റ് ലൈനാണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഈ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ടും അങ്ങോട്ടും പോകും. പക്ഷേ ഇത് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നില്ല. അത് കാരണം ഇതിന് എന്തില്ല? നോ റിയൽ സീറോസ്. ഇതിന് നോ റിയൽ സൊല്യൂഷനോ നോ റിയൽ സീറോസ്. ഇപ്പോൾ നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? ഇനി അടുത്ത പോളിനോമിയലിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കിയേ. ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ഈ പോളിനോമിയൽ എക്സ് ആക്സിസിൽ എവിടെയാണ് കട്ട് ചെയ്യണത്? ഒരേ ഒരു പോയിന്റിൽ മാത്രം. അത് കാരണം നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? നമ്പർ ഓഫ് സീറോസ് ഒരു സീറോ മാത്രമേ ഉള്ളൂ, 1 0. അടുത്ത ഗ്രാഫ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. എന്താണ്? ഇങ്ങനെ കേർവ്സ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ കേർവ്സൊക്കെ എവിടെയാണ്? എക്സ് ആക്സിസിൽ എത്ര പോയിൻറ്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്? ഒന്ന് ഇവിടെ, പിന്നെ ഒന്ന് ഇവിടെ. അതായത് ഇത് ഏത് പോളിനോമിയലിൻ്റെ ഗ്രാഫായിരിക്കും? ക്യൂബിക് പോളിനോമിയലിൻ്റെ. കാരണം 3 ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? എക്സ് ആക്സിസിൽ ഈ ഗ്രാഫ്, ഈ ഒരു കർവ് എക്സ് ആക്സിസിൽ 3 പോയിൻറ്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? 3 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ സീറോസ് ഉണ്ട്. ഇനി അടുത്ത പിക്ചറിലെ ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഗ്രാഫ് ഒരു പരാബോളയാണ്. ഈ പരാബോള എക്സ് ആക്സിസിലെ 2 പോയിൻറ്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ സീറോസ്. അടുത്ത ഗ്രാഫ് നോക്കിയേ. ഇതിൽ p of x, y = p of x എന്ന പോളിനോമിയലിൻ്റെ ഗ്രാഫ് ഇങ്ങനെ കേർവ്സ് ആയിട്ടാണ് പോണത്. ഈ കേർവ്സൊക്കെ എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതൊക്കെയാണ്? 1, പിന്നെ ഇവിടെ 2, പിന്നെ ഇവിടെ 3, 4. അപ്പോൾ എത്ര സീറോസ് ഉണ്ട്? ഈ പോളിനോമിയലിൽ 4 സീറോസ് ഉണ്ട്. അപ്പോൾ 4 ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ സീറോസ്. അടുത്ത ഗ്രാഫ് നോക്കിയേ. ഈ y = p of x എന്ന പോളിനോമിയൽ ഇങ്ങനെ കേർവ്സ് ആയിട്ട് പോകുന്നുണ്ട്. ഈ കേർവ്സ് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? ഇവിടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും, ഇവിടെയുണ്ട്, പിന്നെ ഇവിടെയുണ്ട്. അപ്പോൾ 1, 2, 3. അപ്പോൾ 3 ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ സീറോസ് ഫോർ ദ പോളിനോമിയൽ.